ഹലോ ഓൾ, ഇന്ന് നമ്മൾ MLT പ്രാക്ടിക്കലിൻ്റെ രണ്ടാമത്തെ എക്സ്പെരിമെൻറ്റിലോട്ട് പോവുകയാണ്. രണ്ടാമത്തെ എക്സ്പെരിമെൻറ്റ് ഫെമിലിയറൈസേഷൻ ഓഫ് റിക്വസ്റ്റ് ഓർ റിപ്പോർട്ട് ഫോംസ്. ഇതിനകത്ത് പോകുന്നതിനായിട്ട് മുന്നേ ഒരു കാര്യം നിങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങൾ റഫ് റെക്കോർഡോ ഫെയർ റെക്കോർഡോ എഴുതുമ്പോൾ കൃത്യമായിട്ട് എക്സ്പെരിമെൻറ്റ് നമ്പറും ഡേറ്റും കൃത്യമായിട്ട് രേഖപ്പെടുത്തണം. നമ്മളൊരു എക്സ്പെരിമെൻ്റ് അല്ലെങ്കിൽ ഒരു ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഡോക്യുമെൻറ്റേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ച് സയൻസ് ഫീൽഡിൽ പഠിക്കുന്ന ഓരോ വിദ്യാർത്ഥി അറിഞ്ഞിരിക്കേണ്ടതാണ്. ഡോക്യുമെൻറ്റേഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അതുകൊണ്ട് അത് ഡോക്യുമെൻ്റ് ചെയ്യുന്നതിൻ്റെ ഡേറ്റ്, നമ്പർ അതെല്ലാം കൃത്യമായിട്ട് രേഖപ്പെടുത്താൻ നിങ്ങൾ ഓർമ്മിക്കുക. ഇനി നമുക്കിതിൻ്റെ എയിമിലോട്ട് പോവാം. ടെസ്റ്റിൻ്റെ എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫെമിലിയറൈസ് വിത്ത് ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിക്വസ്റ്റ് ഓർ റിപ്പോർട്ട് ഫോംസ് യൂസ്ഡ് ഇൻ ദ ലബോറട്ടറി. നമ്മൾ ലാബിൽ യൂസ് ചെയ്യുന്ന റിക്വസ്റ്റ് ഫോമും റിപ്പോർട്ട് ഫോമിനെയും പരിചയപ്പെടലാണ് നമ്മുടെ രണ്ടാമത്തെ എക്സ്പെരിമെൻറ്റിൽ. ഇനി ലാബുകളിൽ നമ്മൾ പല തരത്തിലുള്ള ഫോംസ് ഉപയോഗിക്കുന്നുണ്ട്. അതിനകത്ത് പ്രധാനപ്പെട്ട രണ്ട് ഫോംസാണ് റിക്വസ്റ്റ് ഫോമും റിപ്പോർട്ട് ഫോമും. ഇതിൻ്റെ പർപ്പസ്, ഈ റിക്വസ്റ്റ് ഫോമിൻ്റെയും റിപ്പോർട്ട് ഫോമിൻ്റെയും പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു റിട്ടേൺ കമ്മ്യൂണിക്കേഷനാണ്. ആര് തമ്മിൽ? ഡോക്ടറും ലാബും തമ്മിൽ റിട്ടേൺ ആയിട്ട് ഉള്ള കമ്മ്യൂണിക്കേഷൻസാണ് ഈ റിക്വസ്റ്റ് ഫോമും റിപ്പോർട്ട് ഫോമും നമുക്ക് ലാബിൽ ഉപയോഗപ്പെടുന്നത്. ഇനി എന്താണ് റിക്വസ്റ്റ് ഫോം, എന്താണ് റിപ്പോർട്ട് ഫോം എന്നുള്ളത് നമുക്ക് നോക്കാം. റിക്വസ്റ്റ് ഫോം ഓർ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് റിക്വസിഷൻ ഫോം, രണ്ട് പേരിൽ അറിയപ്പെടുന്നത് റിക്വസ്റ്റ് ഫോം അല്ലെങ്കിൽ റിക്വസിഷൻ ഫോം. എന്താണ് റിക്വസ്റ്റ് ഫോം? ഇറ്റ് ഈസ് എ റിട്ടൺ ഓർ പ്രിൻറ്റഡ് റിക്വസ്റ്റ് ഫ്രം ഡോക്ടർ ടു എ ലബോറട്ടറി ഫോർ ദ ടെസ്റ്റ് ഹി വാണ്ട്സ് ടു ഗെറ്റ് ഫോർ ക്ലിനിക്കൽ ഡയഗ്നോസിസ്. ഒരു ഡോക്ടറുടെ ഡയഗ്നോസിസിന്, രോഗനിർണയത്തിന് ആവശ്യമായ ടെസ്റ്റുകൾ ലാബിലോട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ഒരു ഫോമിനെയാണ് നമ്മൾ റിക്വസ്റ്റ് ഫോം എന്ന് പറയുക. അപേക്ഷാ ഫോം, ഡോക്ടറുടെ അപേക്ഷയാണ് ലാബിലോട്ട് ഏതൊക്കെ ടെസ്റ്റുകൾ ചെയ്യണം എന്നുള്ളത്. ഇപ്പോൾ ഇനി ഈ റിക്വസ്റ്റ് ഫോമിൽ, ഒരു റിക്വസ്റ്റ് ഫോമിൽ എന്തൊക്കെ വേണം, എന്തൊക്കെ മസ്റ്റായിട്ട് വേണം എന്നുള്ള കാര്യങ്ങളാണ് അടുത്തത്. പേഷ്യൻ്റ് ഡീറ്റെയിൽസ് ആദ്യം വേണ്ടത്. പേഷ്യൻസിൻ്റെ നെയിം, ഏജ്, സെക്സ്, മെയിൽ ഓർ ഫീമെയിൽ, വേറെ ഏതെങ്കിലും ആണെങ്കിൽ അത്. ദെൻ IP ഓർ OP നമ്പർ, ഹോസ്പിറ്റൽ അഡ്മിറ്റഡ് ആണെങ്കിലാണ് നമ്മൾ കൂടുതലും IP ഓർ OP നമ്പർ വേണം, അല്ലെങ്കിൽ ലാബ് നമ്പർ, അങ്ങനെ എന്തെങ്കിലും നമ്പർ ഉണ്ടെങ്കിൽ അതിനുള്ള സ്പേസ്. ദെൻ ക്ലിനിക്കൽ ഹിസ്റ്ററി ഇഫ് എനി, അത് ഡോക്ടർ എഴുതി വിടുന്നതാണ്. ഡോക്ടർക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഈ ക്ലിനിക്കൽ ഹിസ്റ്ററിയിൽ മെൻഷൻ ചെയ്ത് വിടും. ദെൻ സാമ്പിൾ, ഏത് സാമ്പിളാണ് ചെയ്യുന്നത്, യൂറിനോ ഫീസസോ വേറെ ഏതെങ്കിലും സാമ്പിൾ ഉണ്ടെങ്കിൽ അതിന് എഴുതാനുള്ള സ്പേസാണ് സാമ്പിൾ. ദെൻ ടെസ്റ്റ് ടു ബി ഡൺ, ഏതൊക്കെ ടെസ്റ്റുകൾ ചെയ്യണം. നെയിം ആൻഡ് സൈൻ ഓഫ് ദാറ്റ് ഡോക്ടർ, ഏത് ഡോക്ടറാണോ നമുക്ക് റിക്വസ്റ്റ് ഫോം അയക്കുന്നത് ആ ഡോക്ടറിൻ്റെ പേരും സൈനും ഇതിൻ്റെ കൂടെ കാണണം. അപ്പോൾ രണ്ട് ടൈപ്പ് റിക്വസ്റ്റ് ഫോംസാണ് നമുക്കുള്ളത്. ഒന്ന് റിട്ടേൺ ഫോമും ഒന്ന് പ്രീ പ്രിൻറ്റഡ് റിക്വസ്റ്റ് ഫോമും. ഈ രണ്ടെണ്ണമായാലും, റിട്ടേൺ ആയാലും പ്രീ പ്രിൻറ്റഡ് ആയാലും, ഈ മുകളിൽ പറഞ്ഞിട്ടുള്ള ഈ ഡീറ്റെയിൽസ് എല്ലാം 6 കൃത്യമായിട്ട് ഈ രണ്ട് ഫോമിലും കാണണം. അതാണ് ഒരു റിക്വസ്റ്റ് ഫോം ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ പറഞ്ഞ കാര്യങ്ങൾ. ഇനി ഈ റിക്വസ്റ്റ് ഫോം, ഈ രണ്ട് ടൈപ്പ് റിക്വസ്റ്റ് ഫോം എങ്ങനെ ഇരിക്കും എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ആദ്യം റിട്ടേൺ റിക്വസ്റ്റ് ഫോമാണ്. അതിൻ്റെ രണ്ട് ഫോർമാറ്റാണ് നിങ്ങൾ കാണുന്നത്. ഒന്ന് ലെഫ്റ്റ് സൈഡിൽ ഡോക്ടറിൻ്റെ കുറിപ്പടിയിൽ ഡോക്ടർ എഴുതിയിട്ടുള്ള റിക്വസ്റ്റ് ഫോമാണ്. അത് വായിക്കാൻ തന്നെ കുറച്ച് ബുദ്ധിമുട്ടാണ്. എങ്കിൽ പോലും യൂറിൻ റൂട്ടീനാണ് എഴുതിയിരിക്കുന്നത്. ദെൻ റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് ഒരു പ്രിൻറ്റഡ് ഫോം കാണാം. റിട്ടേൺ ആണ് അതിനകത്ത് ടെസ്റ്റുകൾ എഴുതിയിരിക്കുന്നത്. ശ്രദ്ധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ യൂറിൻ റുട്ടീന്, RFT, യൂറിൻ PCR സ്പോട്ട്, LFT എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ടെസ്റ്റുകൾ യൂറിനിൽ ചെയ്യാനുള്ളത് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയായിരിക്കും ഒരു റിട്ടേൺ റിക്വസ്റ്റ് ഫോം ഉണ്ടാവുക. ദെൻ പ്രിൻറ്റഡ് റിക്വസ്റ്റ് ഫോമിൻ്റെ രണ്ട് തരത്തിലുള്ളതാണ് നമ്മുടെ കാണിച്ചിരിക്കുന്നത്. ഒന്നാമത്തേതിൽ നമ്മുടെ ലാബ് ടെസ്റ്റുകൾ മാത്രമുള്ളതാണ്. നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അറിയാം, ബയോകെമിസ്ട്രി എന്ന് പറഞ്ഞിട്ട് ഹെഡിങ് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ബയോകെമിസ്ട്രിയിൽ വരുന്ന ലാബ് ടെസ്റ്റുകൾ, ക്ലിനിക്കൽ പത്തോളജി, യൂറിന്, സ്റ്റൂള്, ദെൻ ഹോർമോൺ ആൻഡ് ട്യൂമർ മാർക്കേഴ്സ്, അതേഴ്സ്. വേറെ ഏതെങ്കിലും ടെസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ എഴുതി ചേർക്കും കൂടി ചെയ്യാം. അപ്പോൾ അത്തരം ടെസ്റ്റുകളാണ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിനകത്ത് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു ബോക്സ് കാണാം. അപ്പോൾ ഏത് ടെസ്റ്റാണോ ഡോക്ടർക്ക് ആവശ്യം അത് അവിടെ നമുക്ക് ടിക്ക് ചെയ്ത് കൊടുക്കുക. ആ ടിക്ക് ചെയ്ത് വന്നു കഴിഞ്ഞാൽ ലാബിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ടെസ്റ്റുകൾ മാത്രം ചെയ്യാം. ഇനി ഇതിൻ്റെ തന്നെ ടെസ്റ്റിനകത്ത് നിങ്ങൾ പ്രത്യേകമായിട്ട് ഈ ടെസ്റ്റ് റിക്വസ്റ്റ് ഫോമിൽ നിർബന്ധമായിട്ടും കാണേണ്ട കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. പേര്, ഏജ്, സെക്സ്, ഈ വക കാര്യങ്ങളെല്ലാം ഇതിനകത്തുണ്ട്.
പ്ലസ് ലാബിൻ്റെ പേര്. ഞാനത് പ്രൈവസിക്ക് വേണ്ടിയിട്ട് അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞതാണ്. അതിൻ്റെ അഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ് ഒരു റിക്വസ്റ്റ് ഫോമിൻ്റെ ഫോർമാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി നമുക്ക് ഞാൻ പറഞ്ഞു റൈറ്റ് സൈഡിൽ നമുക്ക് ഒരു വേറൊരു ഫോർമാറ്റ് ഉണ്ട്. അതിനകത്തൊരു മൾട്ടി ലാബാണ്. അതിനകത്ത് സ്കാന്, മെഡിക്കൽ ഷോപ്പ് എല്ലാം കൂടി ഒരു മൾട്ടി ക്ലിനിക്കിൻ്റെ ഒരു റിക്വസ്റ്റ് ഫോമാണ് കാണുന്നത്. അപ്പോൾ അതിനകത്ത് മുകളിലത്തെ സെക്ഷനിൽ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ട്. പേഷ്യൻ്റ് നെയിം, ഡേറ്റ്, റെഫറിങ് ഡോക്ടർ, ഏജ്, സെക്സ് എല്ലാം ഉണ്ട്. പ്ലസ് ആദ്യത്തെ സെക്ഷനായിട്ട് അവർ സ്കാനിങ്ങിൻ്റെ ഒരു സെക്ഷൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. താഴെ ലാബ്, വേറെ അതർ ടെസ്റ്റ് ഓർ സ്കാൻസ്, അങ്ങനത്തെ കാര്യങ്ങളാണ് ഈ ഒരു റിക്വസ്റ്റ് ഫോമിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതിൽ 2 ഫോർമാറ്റാണ് റിക്വസ്റ്റ് ഫോമിൻ്റെ. ഇനി നമുക്ക് റിപ്പോർട്ട് ഫോമിലോട്ട് പോകാം. അപ്പോൾ റിക്വസ്റ്റ് ഫോം എന്താണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കണം. ഡോക്ടർ ലാബിലേക്ക് ആ ഡോക്ടർക്ക് രോഗനിർണയത്തിന് ആവശ്യമായിട്ടുള്ള ടെസ്റ്റുകൾ ഏതൊക്കെയാണോ അതെല്ലാം ഈ പറഞ്ഞിട്ടുള്ള ഫോമിൽ എഴുതി ലാബിലേക്ക് വിടുന്നതാണ് ഒരു റിക്വസ്റ്റ് ഫോം. അങ്ങനെ ഒരു റിക്വസ്റ്റ് ഫോമിൽ വന്ന ടെസ്റ്റുകൾ നമ്മൾ ലാബിൽ ചെയ്ത് അതിനെ റിസൾട്ടാക്കിയതിന് ശേഷം അതിനെ നമ്മൾ രജിസ്റ്റർ ചെയ്ത് റെക്കോർഡ് ചെയ്ത് നമുക്ക് ഇത് പേഷ്യൻറ്റിൻ്റെ കൈവശം കൊടുത്തു അയക്കണം. ഡോക്ടർക്ക് തിരിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഇതൊക്കെയാണ് ടെസ്റ്റിൻ്റെ റിസൾട്ടുകൾ. അങ്ങനെയുള്ള ഒരു കമ്മ്യൂണിക്കേഷനാണ് നമ്മൾ റിപ്പോർട്ട് ഫോം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ റിപ്പോർട്ട്സ് ആഫ്റ്റർ ടെസ്റ്റ് ആർ ഇഷ്യൂഡ് ഇൻ ദിസ് ഫോംസ്. നമ്മുടെ ടെസ്റ്റിൻ്റെ റിസൾട്ടുകൾ കൃത്യമായി എഴുതിയത് ഈ ഫോമിലാണ്, റിപ്പോർട്ട് ഫോമിലാണ് നമ്മൾ കൊടുത്തയക്കുന്നത്. ഗീവ്സ് എ റിപ്പോർട്ട് ഓൺ ടെസ്റ്റ് റിക്വസ്റ്റഡ്. ഡോക്ടർ റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ടെസ്റ്റുകളുടെ റിപ്പോർട്ടാണ് നമ്മളിതിനകത്ത് കൊടുത്തു വിടുക. ഇനി റിപ്പോർട്ട് ഫോമിൽ എന്തൊക്കെ കാണണം? നേരത്തെ നമ്മൾ റിക്വസ്റ്റ് ഫോമിൽ പറഞ്ഞ പോലെ തന്നെ റിപ്പോർട്ട് ഫോമിലും ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇവിടെയും വേണം. പേഷ്യൻ്റ് ഡീറ്റെയിൽസ് വേണം, നെയിം, ഏജ്, സെക്സ്, ദെൻ സാമ്പിൾ ഡേറ്റ്, എന്നാണോ സാമ്പിൾ കളക്ട് ചെയ്തത്, ദെൻ റിപ്പോർട്ട് ഡേറ്റ്, എന്നാണ് ഇതിന് റിപ്പോർട്ട് ആവുന്നത്. ചില ടെസ്റ്റുകൾ ചിലപ്പോൾ 1-2 ദിവസം എടുത്തേക്കാം. അപ്പോൾ മൈക്രോബയോളജി പോലുള്ള ടെസ്റ്റുകളാണെങ്കിൽ 3rd ഡേ റിപ്പോർട്ട് ആവുള്ളൂ. അപ്പോൾ അതിനുള്ള ടൈമും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നോട്ട് ചെയ്യണം. പിന്നെ ടെസ്റ്റിൻ്റെ പേര്, അതിൻ്റെ റിസൾട്ടിൻ്റെ ഒപ്പം യൂണിറ്റിൻ്റെ അതിൻ്റെ അടുത്ത് തന്നെയായിട്ട് അതിൻ്റെ നോർമൽ റേഞ്ച് എന്താണ്, അതിൻ്റെ നോർമൽ റേഞ്ച് എന്നുള്ളതും കൂടി മെൻഷൻ ചെയ്യണം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഈ റിപ്പോർട്ട് എഴുതി കഴിഞ്ഞിട്ട് ദർ ഷുഡ് ബി എ സിഗ്നേറ്ററി. ഈ ചെയ്ത ടെക്നീഷ്യനോ അല്ലെങ്കിൽ ആ ലാബിൽ ഓതറൈസ്ഡ് ആരാണോ സൈൻ ചെയ്യാൻ അർഹതപ്പെട്ടുള്ള അയാൾ സൈൻ ചെയ്യണം. അപ്പോൾ അത് ശ്രദ്ധിക്കണം റിപ്പോർട്ട് ഫോമിൽ. ഇനി പല ടൈപ്പ് റിപ്പോർട്ട് ഫോംസ് നിങ്ങൾ OJT പോയപ്പോൾ പല ലാബുകൾ കണ്ടിട്ടുണ്ടോ. ഒരു ലാബിനകത്ത് തന്നെ സെക്ഷൻസ്, ബയോകെമിസ്ട്രി, ഹെമറ്റോളജി, ക്ലിനിക്കൽ പത്തോളജി, മൈക്രോബയോളജി, സീറോളജി, അങ്ങനെയുള്ള ഡിഫറെൻറ്റ് സെക്ഷൻസ് കാണും. ഈ ഓരോ സെക്ഷൻസിനും നമുക്ക് വേണമെങ്കിൽ റിപ്പോർട്ട് ഫോംസ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ബയോകെമിസ്ട്രി റിപ്പോർട്ട് ഫോംസ്, ഹെമറ്റോളജി റിപ്പോർട്ട് ഫോംസ്, ക്ലിനിക്കൽ പത്തോളജി റിപ്പോർട്ട് ഫോം, മൈക്രോബയോളജി, സീറോളജി, പിന്നെ മിക്സഡ് റിപ്പോർട്ട് ഫോം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ടെസ്റ്റുകൾ കുറച്ച് ടെസ്റ്റുകൾ ഉണ്ടെങ്കിൽ ഒറ്റ റിപ്പോർട്ടിൽ ഇതാക്കിയിട്ട് വേണമെങ്കിൽ ആക്കാം. അങ്ങനെയുള്ള റിപ്പോർട്ടുകളെയാണ് മിക്സഡ് റിപ്പോർട്ട് ഫോംസ് എന്ന് പറയുന്നത്. ദെൻ 2 റിപ്പോർട്ട് ഫോമുകളുടെ മാതൃകയാണ് നിങ്ങളിവിടെ കാണുന്നത്. അതിൽ ആദ്യത്തെ പ്രീ പ്രിൻറ്റഡ് റിപ്പോർട്ട് ഫോം എന്ന് പറയും. ഫസ്റ്റ് വൺ ഇസ് പ്രീ പ്രിൻറ്റഡ് ആ പേരിൽ തന്നെയുണ്ട്. അതിനകത്ത് പേരുകളും കാര്യങ്ങളും, ടെസ്റ്റുകളുടെ പേരുകളും നോർമൽ റേഞ്ചസും പ്രിൻ്റ് ചെയ്ത് വെക്കും. റിസൾട്ട് നമ്മൾ ഹാൻഡ് റിട്ടൺ ആയിട്ട് അതിനകത്ത് എഴുതണം. ഇതിപ്പോൾ ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ റിപ്പോർട്ട് ഫോമാണ്. ഇതിനകത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം പ്രീ റിക്വസിറ്റ് ആയിട്ട് വേണ്ട കാര്യങ്ങളെല്ലാം അതിനകത്തുണ്ട്. നെയിം, ഏജ്, സെക്സ് അതൊക്കെ നമ്മൾ എഴുതി ചേർക്കും. OP നമ്പർ, ഡേറ്റ് കാര്യങ്ങളെല്ലാം എഴുതി ചേർക്കണം. അതിന് താഴെ നോക്കിയാൽ ഹെമറ്റോളജിയിൽ ഏത് ടെസ്റ്റാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ HB ആണെങ്കിൽ ആ റിസൾട്ടിൻ്റെ കോളത്തിൽ നമ്മൾ HBയുടെ റിസൾട്ട് എഴുതണം, എത്ര gram % ആണ് എന്നുള്ളത്. നോർമൽ റേഞ്ച് അതിന് റൈറ്റ് സൈഡിൽ തന്നെ നോർമൽ റേഞ്ചും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ നേരത്തെ റിപ്പോർട്ട് ഫോമിൽ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും വേണ്ട കാര്യങ്ങളെല്ലാം ഈ പറഞ്ഞ റിപ്പോർട്ട് ഫോമിനകത്തുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഹാൻഡ് റിട്ടൺ ആയിട്ട് നമ്മൾ എഴുതണം എന്ന് മാത്രമേ ഉള്ളൂ. റിസൾട്ടിന് വരുന്നത് അതാത് കോളത്തിൽ. ഇപ്പോൾ HB ആണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു അതിനകത്ത് എഴുതണം. ലിംഫോസൈറ്റ്സ് ആണെങ്കിൽ ലിംഫോസൈറ്റ് കൗണ്ട് അതിനകത്ത് എഴുതണം. സോ ദിസ് ഹാസ് ടു ബി ഹാൻഡ് റിട്ടൺ. റിസൾട്ട് നമ്മൾ ഹാൻഡ് റിട്ടൺ ആയിട്ട് ചെയ്യണം. അപ്പോൾ അതിനെ നമ്മൾ പ്രീ പ്രിൻറ്റഡ് റിപ്പോർട്ട് ഫോംസ് എന്ന് പറയും. ഇനി സെക്കൻഡ് വൺ ഇസ് കമ്പ്യൂട്ടറൈസ്ഡ് റിപ്പോർട്ട് ഫോം. ഇതെല്ലാവർക്കും കണ്ടിട്ടുണ്ടോ? OJT ഒക്കെ പോയപ്പോൾ ലാബുകളിൽ പോയിട്ടുണ്ടെങ്കിൽ അവിടെ കണ്ടിട്ടുണ്ടാവും. മിക്കവാറും ലാബുകളിൽ ഇപ്പോൾ കമ്പ്യൂട്ടറൈസ്ഡ് റിപ്പോർട്ട് ഫോംസ് ആണ്. നമുക്ക് സോഫ്റ്റ്വെയർ ഉണ്ടാവും കമ്പ്യൂട്ടറിനകത്ത്. അപ്പോൾ നമ്മൾ റിസൾട്ട് അതിനകത്തോട്ട് കയറ്റി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെയുള്ളൊരു പ്രിൻറ്റഡ് ഫോർമാറ്റിൽ കൃത്യമായിട്ട് നമുക്ക് റിസൾട്ട് പ്രിൻ്റ് ചെയ്ത്
കിട്ടും. അവിടെയും ഇതുപോലെ തന്നെയാണ്, പേര്, വയസ്സ്, ആ പ്രീറിക്വസിറ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് റിപ്പോർട്ടിൻ്റെ മുകളിൽ വേണം. അതിനുശേഷം റിപ്പോർട്ട്, ഓരോ ടെസ്റ്റുകളും എന്തൊക്കെയാണ്, അതിൻ്റെ പേഷ്യൻ്റ് വാല്യൂ എത്രയാണ്, റിസൾട്ട് കിട്ടിയത്, ദെൻ റെഫറൻസ് റേഞ്ച്, അത് കൃത്യമായി നോർമൽ റേഞ്ച് എന്ന് പറയുന്നത് തന്നെയാണ് റെഫറൻസ് റേഞ്ച്. അപ്പം അത് കൃത്യമായിട്ട് ഈ പറഞ്ഞ റിപ്പോർട്ട് ഫോമിൽ കാണണം. ഇത് പ്രിൻ്റഡ് ഫോർമാറ്റിലായിരിക്കും. അപ്പോൾ റിപ്പോർട്ട് ഫോമിൽ 2 തരം, ഒന്ന് പ്രീ പ്രിൻ്റഡ്, 2 കമ്പ്യൂട്ടറൈസ്ഡ്. പ്രീ പ്രിൻ്റഡിൽ നമ്മൾ കൈകൊണ്ട് എഴുതണം റിസൾട്ട്, കമ്പ്യൂട്ടറൈസ്ഡ് ആകുമ്പോൾ അതില്ല, എല്ലാം ഒറ്റ പ്രിൻ്റഡ് ഫോർമാറ്റിൽ നമുക്ക് കിട്ടും. അപ്പോൾ ഇതാണ് റിപ്പോർട്ട് ഫോം എന്ന് പറയുന്നത്. നമ്മൾ 2 കാര്യങ്ങൾ നോക്കി, റിക്വസ്റ്റ് ഫോമും റിപ്പോർട്ട് ഫോമും. ഇനി നമുക്കൊരു ഇപ്പോഴത്തെ ഒരു മോഡേൺ അറയിൽ ഈ 2 സംഭവങ്ങളും, റിക്വസ്റ്റ് ഫോമും റിപ്പോർട്ട് ഫോമും ഡിജിറ്റലൈസ്ഡ് പാറ്റേണിൽ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് അവൈലബിൾ ആയിട്ട് ആപ്സ് നമുക്ക് അവൈലബിൾ ആണ്. നിങ്ങളുടെ ഏരിയയിൽ, ഇപ്പോൾ നിങ്ങളുടെ സിറ്റീസിൽ, നിങ്ങളുടെ ഭാഗത്ത് ആപ്പ് ഉണ്ടെങ്കിൽ, ഇപ്പോൾ സ്വിഗ്ഗി, സൊമാറ്റോ ഫുഡ് സപ്ലൈ ചെയ്യുന്നത് പോലെ ഏതെങ്കിലും ആപ്പ് വഴി നമുക്ക് ലാബ് ടെസ്റ്റുകൾ വീട്ടിൽ വന്ന് സാമ്പിൾ എടുത്ത് കൊണ്ടുപോയി റിസൾട്ടും കാര്യങ്ങളും നമുക്ക് ആപ്പ് വഴി നമുക്കോ ഡോക്ടർക്കോ, നമ്മുടെ ഡോക്ടർക്കോ അയച്ചു കൊടുക്കാവുന്ന സംവിധാനങ്ങൾ ഉള്ള ആപ്പുകൾ ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ ദിസ് ബോത്ത് റിക്വസ്റ്റ് ആൻഡ് റിപ്പോർട്ട് ഫോം ഡിജിറ്റലൈസ് ചെയ്തിട്ട് ആപ്പിൽ തന്നെ നമുക്ക് കാണാം. പേപ്പർലെസ് ആയിട്ട് നമുക്ക് ലാബ് റിസൾട്ട് റിപ്പോർട്ടും നേരിട്ട് ഡോക്ടറെ അടുത്തേക്ക് ചെല്ലുന്ന വിധത്തിലാണ് ഇപ്പോൾ പുതിയ സംവിധാനങ്ങൾ ഉള്ളത്. അപ്പോൾ ഇതാണ് നമുക്ക് റിക്വസ്റ്റ് ആൻഡ് റിപ്പോർട്ട് ഫോമിനെ പറ്റി പറയാനുള്ളത്. ഇനി ഈ ടെസ്റ്റിനോട് അനുബന്ധിച്ച്, മീൻസ് ഈ എക്സ്പെരിമെൻറ്റിനോട് അനുബന്ധിച്ച് 3 ആക്ടിവിറ്റിയാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഒന്ന്, ഡിഫറെൻറ്റ് മോഡൽസ് നിങ്ങൾ റിക്വസ്റ്റ് ഫോമും റിപ്പോർട്ട് ഫോമും കളക്ട് ചെയ്യുക. ഇത് നമുക്ക് എടുത്ത് കീപ്പി ഫയൽ ചെയ്ത് വെക്കേണ്ടതാണ്. ഒരു ഫോർമാറ്റ് വേണമെങ്കിൽ നമുക്ക് റെഫർ കോഡിൽ ഒട്ടിച്ച് വെക്കാം. എന്താണ് റിക്വസ്റ്റ്, ഏതാണ് റിപ്പോർട്ട് എന്നുള്ളത് നിങ്ങൾ കളക്ട് ചെയ്തത്. അപ്പോൾ അടുത്തുള്ള ലാബുകൾ, അറിയുന്ന ലാബുകൾ ഉണ്ടെങ്കിൽ അവിടുന്ന് ഓരോ റിക്വസ്റ്റ് ഫോമോ റിപ്പോർട്ട് ഫോമോ കളക്ട് ചെയ്യുക. ഇനി പ്രിപ്പയർ മോഡൽ ഫോംസ് ഓഫ് ഈച്ച് ഡിപ്പാർട്ട്മെൻറ്റ്. ഇപ്പോൾ ബയോകെമിസ്ട്രി, മൈക്രോബയോളജി, അങ്ങനെ ഓരോന്നും കിട്ടാനും ലാബുകളുള്ള റിപ്പോർട്ട് ഫോംസ്, അതായത് ലാബുകളിലുള്ള ഒരു റിപ്പോർട്ട് ഫോം നമ്മൾ തന്നെ ഒരു മോഡൽ ഫോം നമുക്ക് ഉണ്ടാക്കി നോക്കണം. ദെൻ പ്രിപ്പയർ പോസ്റ്റർ ആൻഡ് ചാർട്ട് ഓഫ് റിപ്പോർട്ട് ഫോം. ഒരു പോസ്റ്ററും ചാർട്ടും നമ്മൾ ഉണ്ടാക്കി നമ്മുടെ ലാബിൽ, സ്കൂള് ഫങ്ഷനിങ് ആയിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു എക്സ്പെരിമെൻ്റാണ്. പിന്നെ ഈ ലാബിൽ നിന്ന് കളക്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ കൊറോണയുടെ സമയത്ത് നമ്മൾ അതിനായിട്ട് ഇറങ്ങി നടക്കേണ്ട ആവശ്യമില്ല. അത് നമുക്ക് ഈ ഒരു പ്രശ്നങ്ങൾ കഴിയുമ്പോൾ നമുക്ക് ഈ കാര്യങ്ങൾ കളക്ട് ചെയ്ത് വെക്കാം. അപ്പോൾ ഇത്രയാണ് നമുക്ക് സെക്കൻഡ് എക്സ്പെരിമെൻറ്റിൻ്റെ ഭാഗമായിട്ട് പറയാനുള്ളത്. അപ്പോൾ താങ്ക് യു ആൾ. താങ്ക് യു.